MG യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്ററിലെ എലിമിനേഷൻസ് എന്ന പേപ്പറിലെ ഒരു കവിതയാണ് ഇൻവിക്ടസ്. വില്യം ഏണസ്റ്റ് ഹെൻലി ആണ് ഇത് എഴുതിയത്. വില്യം ഏണസ്റ്റ് ഹെൻലി ഒരു ബ്രിട്ടീഷ് പോയിറ്റ് ആയിരുന്നു, എഡിറ്റർ ആയിരുന്നു, ക്രിട്ടിക് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഇൻവിക്ടസ് എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ്. അത് എഴുതിയത് 1875-ലാണ്. ഇത് എഴുതാണ്ടായ സാഹചര്യം, ഹെൻലി ഒരിക്കൽ TB അഥവാ ട്യൂബർക്ലോസിസ് അസുഖം പിടിപെട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മാനസികമായ കരുത്ത് തന്നെ ചോർന്നു പോകുന്ന ഒരു ഘട്ടമുണ്ടായി. പക്ഷെ അതിനെ അദ്ദേഹം അതിജീവിച്ച സാഹചര്യം, ഹോസ്പിറ്റലിലെ ആ സാഹചര്യത്തിൽ നിന്ന് എഴുതിയതാണ്. ഇൻവിക്ടസ് എന്ന ടൈറ്റില് ലാറ്റിൻ വാക്കാണ്. അതിന്റെ അർത്ഥം കീഴടക്കാനാവാത്തത്, അൺകോൺഗേർഡ് അല്ലെങ്കിൽ ഇൻഡോമിറ്റബിൾ എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന്റെ പ്രതിരോധ ശേഷിയും ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയവുമാണ് ഇതിനകത്ത് അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നത്. ടൈറ്റിൽ പിന്നീട് ഇൻവിക്ടസ് എന്ന പേരല്ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഓക്സ്ഫോർഡ് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് 1900 പ്രസിദ്ധീകരിച്ച സമയത്ത് പിന്നീട് കൂട്ടിച്ചേർത്ത ടൈറ്റിലാണ് ഈ ലാറ്റിൻ വാക്കായ ഇൻവിക്ടസ്. നെൽസൺ മണ്ടേലയെ പോലുള്ള നേതാക്കന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ കവിത. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന കാലത്ത് റോബൻ ഐലൻഡിൽ ഈ കവിതയിൽ നിന്ന് ഇൻസ്പിരേഷൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. കവിതയിലെ ആന്തരിക സന്ദേശം അദ്ദേഹത്തിന് കരുത്ത് പകർന്നിട്ടുണ്ട്, മനോധൈര്യം നൽകിയിട്ടുണ്ട്. ഇതിന്റെ വരികളുടെ അർത്ഥം നോക്കുമ്പോൾ ഒന്നാമത്തെ വരി ഔട്ട് ഓഫ് ദ നൈറ്റ് ദാറ്റ് കവേഴ്സ് മീ, എന്നെ വലയം ചെയ്തിരിക്കുന്ന ഇരുണ്ട രാത്രിയിൽ നിന്ന് എന്നാണ്. അതായത് ഇരുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം ജീവിതത്തിന്റെ ഇരുട്ട് നിറഞ്ഞ മേഖലകളാണ്. നമുക്ക് വ്യക്തമായി മുന്നോട്ട് നീങ്ങാനുള്ള വെളിച്ചമില്ലാത്ത ഇടങ്ങളാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ. അവിടെ നിന്ന് നമ്മളെ കൈപിടിച്ച് നടത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആരായാലും മോഹിച്ചു പോകുന്ന നിമിഷങ്ങളാണ് പ്രതികൂല സാഹചര്യങ്ങൾ. രണ്ടാമത്തേത് ബ്ലാക്ക് ആസ് ദ പിറ്റ് ഫ്രം പോൾ ടു പോൾ. ഇത് എന്താണ് എംഫസൈസ് ചെയ്യുന്നത്? നമ്മുടെ സഫറിങ്സിന്റെ ഡെപ്ത് ആണ് നോക്കുന്നത്. ഒരു കുഴി പോലെ ആഴത്തിലാണ് നമ്മുടെ സഫറിങ്സ് നിൽക്കുന്നത്. ഐ താങ്ക് വാട്ട് എവർ ഗോഡ്സ് മേ ബി. ദൈവങ്ങൾ എന്താശിച്ചാലും ഞാൻ അതിന് നന്ദി പറയുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഹിസ് അൺബ്രേക്കബിൾ സ്പിരിറ്റ്. അജയ്യമായ തൻ്റെ ആത്മാവിനോട് നന്ദി പറയുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രദർശിപ്പിക്കുന്നുണ്ട്. ഫോർ അൺകോൺകറബിൾ സോൾ, ഹിസ് സോൾ റിമെയിൻസ് അൺഡിഫീറ്റഡ് ഈവൺ ഇൻ ദിസ് സിറ്റുവേഷൻ. ഇനി ഇൻ ദ ഫെൽ ക്ലച്ചസ് ഓഫ് സർക്കംസ്റ്റൻസസ്, സാഹചര്യങ്ങളുടെ കടുത്ത കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുമ്പോഴും എന്ന് പറയുന്നത് ഡെസ്പൈറ്റ് ഹിസ് ഹാർഡ്ഷിപ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. കഠിനതകൾക്കും നടുവിലും എന്നർത്ഥം. ഐ ഹാവ് നോട്ട് വിൻസ്ഡ് നോർ ക്രൈഡ് അലൗഡ്, ഞാൻ കരഞ്ഞിട്ടില്ല, വിലപിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നു ഞാൻ പരാതി കൂടാതെ സഹിച്ചു, ഹി എൻജോയ്ഡ് വിത്തൗട്ട് കംപ്ലൈന്റ് എന്ന്. ഏഴാമത്തെ വരി പറയുന്നു അണ്ടർ ദ ബ്ലജനിങ് ഓഫ് ചാൻസ്, വിധിയുടെ കനത്ത പ്രഹരം കൊണ്ട് അവ ഏറ്റുകഴിഞ്ഞിട്ടും എന്ന് പറയുന്നുണ്ട്. ലൈഫ്സ് ചാലഞ്ചസ് ഹാവൻറ്റ് ഡിഫീറ്റഡ് ഹിം, ജീവിതത്തിന്റെ വെല്ലുവിളികളെ കവിയെ പരാജയപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ബ്ലജനിങ് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് വലിയ എന്തോ ഒരു വസ്തു കൊണ്ട് ആവർത്തിച്ച് അടിക്കുക എന്ന് തന്നെയാണ്. റിഫേഴ്സ് ടു ഹിറ്റിംഗ് ഓർ സ്ട്രൈക്കിംഗ് സംവൺ ഓർ സംതിങ് റിപ്പീറ്റഡ്ലി വിത്ത് എ ഹെവി ഒബ്ജക്റ്റ് ഓഫൻ കോസിംഗ് സിവിയർ ഡാമേജ് ഓർ ഇഞ്ചുറി. അങ്ങനെ അടിച്ചാൽ കനത്ത പ്രഹരം, കനത്ത മുറിവും പരിക്കും ഉണ്ടാക്കും. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പോയം ഇൻവിക്ടസ്, ഈ കവിതയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ദ ബ്ലജനിങ് ഓഫ് ചാൻസ് ഈസ് എ മെറ്റഫറിക്കൽ എക്സ്പ്രഷൻ. ഇത് ഒരു രൂപകാലങ്കാര പ്രയോഗമാണ്. ദാറ്റ് മീൻസ് ദ ഹാർഷ് ആൻഡ് റെലൻലെസ് ബ്ലോസ്, കഠിനതരവും ആവർത്തിച്ചുള്ളതുമായ ഈ പ്രഹരം ഓഫ് ഫേറ്റ്, വിധിയുടെ പ്രഹരം, ഓർ അഡ്വേഴ്സിറ്റി, പ്രതികൂലാവസ്ഥയുടെ പ്രഹരം. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ സ്പീക്കർ ഹാസ് ഫേസ്ഡ് ആൻഡ് എൻജോയ്ഡ് മെനി ചാലഞ്ചസ് ആൻഡ് ഹാർഡ്ഷിപ്സ് ഇൻ ലൈഫ്. ഈ കവി ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് കഠിനതകളും ജീവിതത്തിൽ നേരിട്ടുണ്ട് എന്നാണ് അർത്ഥം. മൈ ഹെഡ് ഈസ് ബ്ലഡി ബട്ട് അൺബോർഡ്, എൻ്റെ ശിരസ് ചോരയൊലിക്കുന്നു പക്ഷേ തല കുനിക്കില്ല ഞാൻ എന്ന് പറയുന്നിടത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹർട്ടാണ് താൻ, പക്ഷേ എൻ്റെ മനസ്സ് ഞാൻ ബ്രേക്ക് ആവാൻ അനുവദിക്കില്ല, അൺബ്രോക്കൺ ആണ് ഞാൻ എന്ന് കൂടി പറയുന്നു. ബിയോണ്ട് ദിസ് പ്ലേസ് ഓഫ് റാത്ത് ആൻഡ് ടീയേഴ്സ്, പകയും വിദ്വേഷവും കണ്ണീരും ഒക്കെയുള്ള ലോകമാണ്, ഈ കോപങ്ങളും ഒക്കെയുള്ള ലോകമാണ്, ആങ്കറും പെയിനും കൊണ്ട് ഫിൽഡ് ആയ ഒരു ലോകമാണ് എന്ന് പറയുന്നു. ലൂം ബട്ട് ദ ഹൊറർ ഓഫ് ദ ഷെയ്ഡ്, കവിയുടെ തലയ്ക്ക് മീതെ ഒരു ഭയാനകമായ ഷെയ്ഡ് ലൂം ചെയ്യുന്നുണ്ട്, തങ്ങി നിൽപ്പുണ്ട്. അതെന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫിയർ ഓഫ് ഡെത്ത് ആണ്. ആൻഡ് യെറ്റ് ദ മെനസ് ഓഫ് ദ ഇയേഴ്സ്, വർഷങ്ങളുടെ ആ മെനസ് ഉണ്ടല്ലോ, ത്രെട്ട് ഉണ്ടല്ലോ, അതെന്താണ്? വർഷങ്ങൾ കഴിയുന്തോറും വാർദ്ധക്യം കൂടി വരികയാണ്, നര ബാധിച്ചു വരികയാണ്, ആരോഗ്യം കുറഞ്ഞു വരികയാണ്, രോഗങ്ങൾ പിടികൂടുകയാണ്. ഇതാണ് വർഷങ്ങൾ കൊണ്ട് വർദ്ധിച്ചു വരുന്ന ഭീഷണി, മെനസ്. എങ്കിൽ കൂടി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എങ്കിൽ കൂടി. ഫൈൻസ് ആൻഡ് ഷാൽ ഫൈൻ മീ അൺഅഫ്രൈഡ്, എന്നെ ഭയമില്ലാത്തവനായി കാണും, അതിനപ്പുറവും
ഭയമില്ലാത്തവനായി കാണും. ഫിയർലെസ്, ഹി വിൽ റിമെയിൻ ഫിയർലെസ് എന്ന ദൃഢനിശ്ചയമാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഇറ്റ് മാറ്റേഴ്സ് നോട്ട് ഹൗ സ്ട്രൈറ്റ് ദ ഗേറ്റ്. ഇവിടെ സ്ട്രൈറ്റിന്റെ സ്പെല്ലിംഗ് നേരെ എന്നുള്ള അർത്ഥത്തിൽ STRAIGHT എന്നൊന്നും അല്ല. STRAIT സ്ട്രൈറ്റ്, ഇടുങ്ങിയ വഴിയാണ്, ഇടുങ്ങിയ മുന്നോട്ടുള്ള വഴിയെയാണ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. എന്റെ മുന്നിലുള്ള പാത കവാടം എത്ര ഇടുങ്ങിയതാണെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല, ഒരു മാറ്റർ അല്ല എന്ന് പറയാൻ. നാരോ പാത്താണ് തനിക്ക് മുന്നിലുള്ള, ദ പാത്ത് അഹെഡ് ഈസ് വെരി നാരോ, ഐ നോ ദാറ്റ് എന്ന ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു കവിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൗ ചാർജ്ഡ് വിത്ത് പണിഷ്മെന്റ്സ് ദ സ്ക്രോൾ. കവിയുടെ കാല് മുറിച്ചു മാറ്റി ശിക്ഷകൾ ഒന്നിനുമീതെ ഒന്നായി വിധി ഏൽപ്പിക്കുകയാണ്, പ്രഹരിച്ചു നോക്കുകയാണ് എത്രമാത്രം കരുത്തനാണ് ഇയാളെന്നറിയാനായിട്ട്. ട്യൂബർക്ലോസിസ് പിടിപെട്ടു, മരണം തങ്ങി നിൽക്കുന്നു മുന്നിൽ ഒരു നിഴൽ പോലെ. പക്ഷേ കവി പറയുന്നു, ഞാൻ പിന്മാറുകയില്ല എന്ന് പറയുന്നു. ലൈഫിന്റെ ചലഞ്ചസിന് മുൻപിൽ എന്ന് പറയുന്നു. എനിക്ക് മുന്നിൽ ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള വഴി വളരെ ഇടുങ്ങിയതാണെന്ന് എനിക്കറിയാം. ഇനിയുള്ള ലൈഫൊക്കെ സ്ട്രഗിൾ ആണെന്ന് എനിക്കറിയാം. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്, ഹി കൺട്രോൾസ് ഹിസ് ഡെസ്റ്റിനി. എന്റെ വിധിയുടെ യജമാനൻ ഞാനാണ്, എന്റെ വിധിയെ ഞാനാണ് നിയന്ത്രിക്കുന്നത്. ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ. എന്റെ ആത്മാവിന്റെ ക്യാപ്റ്റൻ ഞാനാണ്. ഹിസ് സ്പിരിറ്റ് ഈസ് അൺബ്രേക്കബിൾ. അദ്ദേഹത്തിന്റെ ആത്മാവ് ഒരിക്കലും തകർക്കാനാവാത്താണ്. ഇന്നർ ആൻഡ് ലിറ്റററി മീനിങ് കവിതയിലുണ്ട്, അന്തരാർത്ഥമുണ്ട്. ദ പോയം കൺവേസ് ദ ഹ്യൂമൻ സ്പിരിറ്റ്സ് കപ്പാസിറ്റി ഫോർ റെസിലിയൻസ്, ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തിന്റെയും അജയതയുടെയും തീരുമാനിച്ചുറച്ച മാനസികാവസ്ഥയുടെയും ആൻഡ് ഇന്നർ സ്ട്രെങ്ത് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. പ്രതികൂലാവസ്ഥകളുടെ മുഖത്തും ഒരു ആന്തരികമായ കരുത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്ന മനുഷ്യാത്മാവിന്റെ ആ അജയ്യതയുണ്ട്. It emphasizes the need of personal empowerment and the ability of humans to overcome challenges through willpower and courage. ഇച്ഛാശക്തി കൊണ്ട്, വിൽ പവർ കൊണ്ട്, ധീരത കൊണ്ട്, കറേജ് കൊണ്ട് ചാലഞ്ചസിനെ ഓവർകം ചെയ്യാൻ ഹ്യൂമൻ ബീയിങ്സിനുള്ള എബിലിറ്റി, അതാണ് അത് ഊന്നൽ കൊടുക്കുന്നത്. അതിന്റെ ആവശ്യകത ആണ്. ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് ദ നൈറ്റ് സിഗ്നിഫൈ ഇൻ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ പോയം ഇൻവിക്ടസ്. കവിതയിൽ ഇൻവിക്ടസ് എന്ന കവിതയിൽ ആദ്യത്തെ വരിയിലെ രാത്രി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രാത്രി ഒരു സൂചനയാണ്, ഒരു ബിംബമാണ്, ഒരു ഇമേജ് ആണ്. ദ നൈറ്റ് സിഗ്നിഫൈസ് ദ ഡാർക്ക്നെസ് ആൻഡ് അഗണി ദാറ്റ് എൻവലപ്സ് ദ പോയറ്റ് ഡ്യൂ ടു ഹിസ് ഇൽനെസ്. അസുഖം, ട്യൂബർക്ലോസിസ്, അല്ലെ, അതുപോലെ തന്നെ ലൈഫ് ക്രൈസിസ്, ഇതൊക്കെ കൊണ്ട് അദ്ദേഹം ഫേസ് ചെയ്യുന്ന ആ ഗ്ലൂമി സിറ്റുവേഷനെയാണ് ഇവിടെ നൈറ്റ് എന്നുകൊണ്ട് പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ദ നൈറ്റ് റെപ്രസെന്റ്സ് ദ പോയറ്റ്സ് സഫറിങ് ആൻഡ് പെയിൻ. വാട്ട് ഡസ് ദ പോയറ്റ് താങ്ക് ഫോർ ഹിസ് അൺകോൺകറബിൾ സോൾ. ഒരിക്കലും കീഴടക്കാനാവാത്ത എനിക്ക് ഒരാത്മാവ് തന്നല്ലോ, അതിനെ ഞാൻ നന്ദി പറയുന്നു എന്ന് കവി പറയുന്നത്, അല്ലെ? ആരോടാണ്? whom does the poet thanks whatever God may be for his unconquerable soul. തീർച്ചയായിട്ടും ദൈവത്തോടാണ് നന്ദി പറയുന്നത്. ഇൻഡിക്കേറ്റിംഗ് എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു എ ഹയർ പവർ. ആരാണ് ദൈവം? ഒരു ഉന്നതമായ ശക്തി, ഒരു ഹയർ പവർ ഓർ ഡിവൈൻ ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു ആത്മീയ കരുത്ത്. ആ ആത്മീയ കരുത്തിനോട് നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു ആത്മാവിനെ തന്നല്ലോ. ചിലരുണ്ട് ദുർബല മനസ്കര്, അവരെ പോലെ ആയില്ലല്ലോ ഞാൻ. ഇത്ര വലിയ പ്രതിസന്ധികൾ നീ എനിക്ക് തരുമ്പോഴും അവയെ തുഴഞ്ഞു കടക്കുവാനുള്ള തോണിയും തുഴയും നീ എനിക്ക് തന്നല്ലോ. അതാണ് അജയ്യമായ ഒരു ആത്മാവ്. അതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. Simple explanation. The poet thanks God, a higher power, for giving him strength and resilience. തനിക്ക് ഇത്രയും വലിയ കരുത്ത്, തനിക്ക് ഇത്രയും വലിയ മനോധൈര്യം, തുഴയഞ്ഞു പോകുവാനുള്ള ആ കരുത്ത് നൽകിയതിന് ആണ് ദൈവത്തോട് നന്ദി പറയുന്നത്. What is meant by a place of wrath? ഒരു കോപത്തിന്റെയും രോഷത്തിന്റെയും പകയുടെയും വിദ്വേഷത്തിന്റെയും ഇടമാണ് ഈ ഭൂമി. The place of wrath refers to the world which is afflicted by suffering, diseases, hardships and tuberculosis. ഇതൊക്കെ കൊണ്ട് ബാധിതമാണ്, അഫ്ലിക്റ്റഡ് ആണ് ഈ വേൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വേൾഡിനെ പ്ലേസ് ഓഫ് റാത്ത് എന്ന് പറയുന്നത്. പ്രതിസന്ധികളുടെയും അതുപോലെ തന്നെ കോപാവേശങ്ങളുടെയും ഇടം എന്ന് പറയുന്നത്. സിമ്പിൾ എക്സ്പ്ലനേഷൻ. The poet sees the world as a place filled with pain, anger and suffering. How does the narrator call himself? എഴുത്തുകാരൻ തന്നെ എന്തു പേരിലാണ് വിളിക്കുക? The narrator calls himself the master of my fate. എന്റെ വിധിയുടെ യജമാനൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു. And the captain of my soul. എന്റെ ആത്മാവിന്റെ കപ്പിത്താൻ എന്ന് വിളിക്കുന്നു. Indicating that he is in control of his life and destiny. തന്റെ ജീവിതം, തന്റെ വിധി, അതിന്റെ നിയന്ത്രകൻ താൻ തന്നെയാണെന്ന സൂചനയാണ്. പോളിഷ്ഡ് വെർഷൻ ഉണ്ട് ഇതിന്, കുറച്ചും കൂടെ വേറെ രീതിയിലും പറയാം. The narrator proudly declares himself the master of his own destiny. തന്റെ വിധിയുടെ യജമാനനാണ് താനെന്ന് അഭിമാനപുരസരമാണ് പറയുന്നത്. പ്രൗഡായിട്ടാണ് പ്രഖ്യാപിക്കുകയാണ്, വെറും പറയുകയല്ല, ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. The narrator proudly declares himself. താൻ തന്നെ ആണ് തന്റെ വിധിയുടെ യജമാനൻ. He himself is the master of his own destiny. He declares that thing without any shame.
and without any guilt. And the captain of his soul, he says that he is again the captain of his soul. He is having the steering of his lifeboat, and he can control the steering of his lifeboat, and he can decide where it has to reach and in which direction his boat has to go ahead. Okay. Then asserting his autonomy, he is actually asserting his autonomy, തന്റെ സ്വാതന്ത്ര്യം, ഓട്ടോണമി, സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവിനെ അദ്ദേഹം ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് പറയാണ്. തന്റെ മാനസികമായ ആന്തരികമായ കരുത്തിനെയും അദ്ദേഹം പറയുന്നു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടി നോക്കുന്നുണ്ട്. വാട്ട് ഡസ് ദ ടൈറ്റിൽ ഇൻവിക്ടസ് സിഗ്നിഫൈ? ഇൻവിക്ടസ് എന്ന ടൈറ്റിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ദ ടൈറ്റിൽ ഇൻവിക്ടസ് ഈസ് എ ലാറ്റിൻ മസ്കുലിൻ അഡ്ജക്റ്റീവ്. ഇൻവിക്ടസ് എന്ന ടൈറ്റില് ശീർഷകം ഈ കവിതയ്ക്ക് നൽകിയിരിക്കുന്ന ലാറ്റിൻ വാക്കിലെ ഒരു നാമവിശേഷണമാണ്, അഡ്ജക്റ്റീവാണ്. അതിന്റെ അർത്ഥം അൺകോൺകേർഡ് എന്നാണ്, ആരാലും കീഴടക്കപ്പെടാനാവാത്തത്. ഓർ ഇൻവിൻസിബിൾ എന്നാണ്, അജയ്യമായത്. ഇൻഡോമിറ്റബിൾ, എത്ര വാക്കുകൾ വേണമെങ്കിലും പറയാം, തോൽപ്പിക്കാനാവാത്തത്. ഇറ്റ് സിഗ്നിഫൈസ്, അത് സൂചിപ്പിക്കുന്നതാണ് ദ പോയറ്റ്സ് ഇൻഡോമിറ്റബിൾ വിൽ പവർ. ആരാലും തോൽപ്പിക്കാനാവാത്ത അജയ്യമായ ഇച്ഛാശക്തി ഉണ്ടല്ലോ, ഇൻഡോമിറ്റബിൾ വിൽ പവർ ഉണ്ടല്ലോ കവിയുടെ, അതിന്റെ സൂചനയാണ്. ആൻഡ് കറേജ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി, പ്രതികൂലാവസ്ഥയിൽ, പർട്ടിക്കുലർലി ഹിസ് സ്ട്രഗിൾ വിത്ത് ട്യൂബർകുലോസിസ്, പ്രത്യേകിച്ചും TB എന്ന അസുഖത്തിന്റെ ഇടയിലുള്ള അദ്ദേഹത്തിന്റെ സ്ട്രഗിൾ. സിഗ്നിഫിക്കൻസ് നോക്കാം. ദ ടൈറ്റിൽ റിഫ്ലെക്ട്സ് ദ പോയംസ് തീം ഓഫ് റെസിലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയമുണ്ട്, നിശ്ചയദാർഢ്യം. അതാണ് ഈ കവിതയുടെ തീം എന്ന് പറയുന്നത്. കവിതയുടെ തീമിനെ മൊത്തത്തിൽ റിഫ്ലക്ട് ചെയ്യുകയാണ് ടൈറ്റിൽ അഥവാ ഇൻവിക്ടസ് എന്ന ഒറ്റ വേർഡ് ആദ്യമേ വന്നപ്പോൾ മനസ്സിലായി. അജയ്യമായത്, കീഴടക്കാനാവാത്തത്, തോൽപ്പിക്കാനാവാത്തത് എന്ന്. ഹൈലൈറ്റിംഗ് ദ ഹ്യൂമൻ സ്പിരിറ്റ്സ് എബിലിറ്റി ടു ഓവർകം ചാലഞ്ചസ്, വെല്ലുവിളികളെ നേരിടുവാനുള്ള മാനവികമായ കരുത്തിനെ, മനുഷ്യാത്മാവിന്റെ സാധ്യതകളെ, കഴിവുകളെ ഉയർത്തി കാണിക്കുകയാണ്, എടുത്തു പറയുകയാണ്, ഹൈലൈറ്റ് ചെയ്യുകയാണ് കവിതയുടെ ടൈറ്റിൽ. ടു ഓവർകം ചാലഞ്ചസ് ആൻഡ് റിമെയിൻ അൺകോൺകേർഡ് ഡെസ്പൈറ്റ് ദി ഹാർഡ്ഷിപ്സ് ദാറ്റ് ഈസ് കമ്മിങ് റിപ്പീറ്റഡ്ലി ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് വരുന്ന ഈ കഠിനതകളെ നമുക്ക് തോൽപ്പിച്ച് മുന്നോട്ട് മുന്നേറാൻ കഴിയുന്നു എന്ന കാര്യം ഓർമ്മപ്പെടുത്തിയാണ്. നമ്മളെ ആരും ഇങ്ങോട്ട് തോൽപ്പിക്കുന്നില്ല. നോബഡി ഈസ് ഏബിൾ ടു കോൺകർ us or conquer our willpower and mind. That is the thing that the poet wants to convey. Now the last question what we have is what images are used in the poem Invictus? ഈ കവിതയിൽ, ഇൻവിക്ടസ് എന്ന കവിതയിൽ കുറെ ബിംബങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബിംബകൽപ്പനകൾ. കവികളാവുമ്പോൾ അങ്ങനെയാണ്, ബിംബങ്ങളിലൂടെയാണ് വേറൊരു അർത്ഥത്തെ കൊണ്ടുവരിക, അല്ലെ? അതെന്തൊക്കെ ബിംബവാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സിംബലൈസിംഗ് ദ ഡെപ്ത് ഓഫ് ദ പോയറ്റ്സ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ പെയിൻ ഡ്യൂ ടു ദ ട്യൂബർക്ലോസിസ്. TB എന്ന അസുഖം പിടിപെട്ടു, ഒരു കാലം മുറിച്ചു മാറ്റപ്പെട്ടു, ഹോസ്പിറ്റലിൽ ദീർഘനാൾ കിടക്കേണ്ടി വന്നു, രോഗാതുരമായ ശരീരം. തീർച്ചയായിട്ടും മനസ്സിന്റെ കരുത്ത് ചോർന്നു പോകാം. ഈ പ്രതികൂലാവസ്ഥകളുടെ ആഴമാണ്, അതിന്റെ ഡെപ്തിനെ സൂചിപ്പിക്കാനാണ് ഇരുണ്ട രാത്രി എന്ന് ഇവിടെ കവിതയിൽ പ്രയോഗിച്ചിരുന്നത്. സിംബലൈസിംഗ് ദ ഡെപ്ത് ഓഫ് പോയറ്റ്സ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ പെയിൻ ഡ്യൂ ടു ട്യൂബർക്ലോസിസ്. രണ്ടാമത്തെ വാക്ക് പിറ്റ്, കുഴി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. റെപ്രസെന്റിംഗ് ദ ഡെപ്ത് ഓഫ് ഹിസ് സഫറിംഗ് ആൻഡ് ദ ഡിഫിക്കൽട്ടി ടു കം ഔട്ട് ഓഫ് ഇറ്റ്. തന്റെ സഫറിങ്ങിന്റെ ആഴം, അതിൽ നിന്ന് പുറത്തു വരാനുള്ള ബുദ്ധിമുട്ട്, എങ്ങോട്ടേക്ക്? ടു ഹിസ് നോർമൽ ലൈഫ്, തന്റെ സ്വാഭാവിക ജീവിതത്തിലേക്ക്. ഇതൊക്കെ. ഇനി വേറെ എന്താണ്? ബ്ലജനിങ് ഓഫ് ചാൻസ് എന്ന വാക്ക്, അതൊരു ബിംബമാണ്. എന്താണ്? അതൊരു ഇമേജ് ആണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിഗ്നിഫൈങ് ദ റിപ്പീറ്റഡ് ഹാർഷ് ബ്ലോ ഓഫ് ഫേറ്റ്. ചെറിയൊരു അടിയല്ല, മഹാപ്രഹരമാണ്. എന്തോ ഒരു വലിയ വസ്തു കൊണ്ടുള്ള അടിയനെയാണ് ബ്ലജനിങ് എന്ന് പറയുന്നത്. വെറും ഒരു ബ്ലോ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ ബ്ലോ, ഇറ്റ് ഈസ് എ ഹ്യൂജ് ബ്ലോ. ഒരു വലിയ അടിയാണ്. അതുകൊണ്ടാണ് ബ്ലജനിങ് ഓഫ് ചാൻസ്. ചാൻസ് എന്ന് ഇവിടെ ഫേറ്റ് ആണ്, വിധിയാണ്. വിധിയുടെ പ്രഹരം ഒന്നല്ല, ഒന്നിലേറെയാണ്. അതുകൊണ്ട് ബ്ലജനിങ് എന്നല്ല, ബ്ലജനിങ്സ് എന്ന് തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. സിഗ്നിഫൈങ് ദ റിപ്പീറ്റഡ് ഹാർഷ് ബ്ലോ ഓഫ് ഫേറ്റ്. ആവർത്തിച്ച് വിധി പ്രഹരിക്കുകയാണ് തന്നെ. ബ്ലഡി ഹെഡ് എന്ന വാക്ക് ഒരു ഇമേജ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഹിസ് ഹെഡ് ഈസ് ബ്ലീഡിംഗ് ഡ്യൂ ടു ദ ഡീപ്പ് വൂണ്ട് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ഹിസ് ലൈഫ്. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ആഴമേറിയ മുറിവുണ്ടല്ലോ, അതുകൊണ്ട് ചോരയൊലിക്കാൻ എന്ന് പറഞ്ഞാൽ ഹി കാണ്ട് ഹെൽപ്പ് തിങ്കിങ് ഓഫ് ഇറ്റ്. അതേക്കുറിച്ച് ചിന്തിക്കാനാവുന്നില്ല. ചിന്തകളാണ് ഈ ചോരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചലമാക്കാൻ കഴിയാത്ത ചിന്തകൾ അദ്ദേഹത്തെ വേദനിപ്പിക്കുകയാണ്. ഇൻഡിക്കേറ്റിംഗ് ഫിസിക്കൽ പെയിൻ ആൻഡ് സ്ട്രഗിൾ. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് ഗോയിങ് ത്രൂ എ കൈൻഡ് ഓഫ് മെന്റൽ ടോർച്ചർ ഓൾസോ. അതേസമയം മാനസികമായ പീഡനവും കൂടി അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. അൺബോർഡ് ഹെഡ്, തലകുനിക്കാത്ത ശിരസ്. ഷോക്കേസിംഗ് ഹിസ് അൺബ്രോക്കൺ സ്പിരിറ്റ്, തകർക്കാനാവാത്ത ആത്മാവിനെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പ്ലേസ് ഓഫ് റാത്ത് ആൻഡ് ടിയേഴ്സ്, കണ്ണീരിന്റെയും പകയുടെയും വിദ്വേഷത്തിന്റെയും ഇടമെന്ന് പറയുന്ന ഈ ഭൂമിയെ തന്നെ. ഡെപിക്റ്റിംഗ് എ വേൾഡ് ഫിൽഡ് വിത്ത് ആംഗർ, റിവെഞ്ച്, സഫറിംഗ് ആൻഡ് പെയിൻ.
ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ദിസ് റെപ്രസെന്റ്സ് എ ഷാഡോ ഓഫ് ഡെത്ത് വിച്ച് ഇസ് ലൂമിങ് ഓവർ ഹിം. മരണം തന്റെ തലയ്ക്ക് മീതെ നിൽക്കുന്നു എന്നുള്ളത്, തങ്ങി നിൽക്കുന്നു.